അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ നാലാമത്തെ പാഠം മറഹൻ എന്ന പാഠത്തിലെ തദ്രീബാത്താണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാഠം അർത്ഥം വെച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. മറഹൻ എന്ന് പറഞ്ഞാൽ ആനന്ദം. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഹബ്ബരീഹു കാറ്റടിച്ചു വീശി. ഹബ്ബരീഹു പറഞ്ഞാൽ കാറ്റടിച്ചു വീശി. സാറൽ മുസിനു മേഘം സഞ്ചരിച്ചു. സാറൽ മുസിനു പറഞ്ഞാൽ മേഘം സഞ്ചരിച്ചു. ഖബലിൽ മത്തരി മഴയ്ക്ക് മുമ്പ്. മഴൽ ഇന്ദാരി മുന്നറിയിപ്പോടു കൂടെ. ഹബ്ബരീഹു കാറ്റടിച്ചു വീശി. സാറൽ മുസിനു മേഘം സഞ്ചരിച്ചു. ഖബലിൽ മത്തരി മഴയ്ക്ക് മുമ്പ്. മഴൽ ഇന്ദാരി മുന്നറിയിപ്പോടു കൂടെ. അപ്പോൾ മഴയുടെ മുന്നറിയിപ്പോടു കൂടെ മഴയുടെ മുമ്പ് കാറ്റടിച്ച് വീശി മേഘം സഞ്ചരിച്ചു. ഇനി ബറക്കൽ ബർക്കു സാഹർ റാദു. ബറക്കൽ ബർക്കു മിന്നൽ മിന്നി. സോഹർ റാദു ഇടി ശബ്ദിച്ചു. ബറക്കൽ ബർക്കു മിന്നൽ മിന്നി. സോഹർ റാദു ഇടി ശബ്ദിച്ചു. നസലൽ മത്തറു മഴ ഇറങ്ങി. അലദിയാരി വീടിൻ്റെ മുകളിൽ. അപ്പോൾ മിന്നൽ മിന്നുകയും ഇടി ശബ്ദിക്കുകയും ചെയ്തു. വീടുകൾക്ക് മുകളിൽ മഴ പെയ്യുകയും ചെയ്തു. റഖസ സഹ്റു പൂവ് നൃത്തം ചെയ്തു. മാലൽ ഗുസ്നു കൊമ്പ് ആടി ചാഞ്ഞു. തോറത്വൈറു പക്ഷികൾ പറന്നു. അലൽ അഷ്ജാരി മരങ്ങളിലേക്ക്. അലൽ അഷ്ജാരി മരങ്ങളിലേക്ക്. പൂവ് നൃത്തം ചെയ്തു, കൊമ്പ് ആടി, പക്ഷികൾ മരത്തിനു മുകളിലേക്ക് പാറി. മറഹൻ ആനന്ദം. സാലസഖ്ഫു മേൽക്കൂരയിലൂടെ. ഇലൽ ഇൻഹിദാരി മേൽക്കൂരയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകി. സാലസഖ്ഫു മേൽക്കൂരയിലൂടെ ഒഴുകി. ഇലൽ ഇൻഹിദാരി മേൽക്കൂരയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകി. മേൽക്കൂരയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകി. അപ്പോൾ മറഹൻ എന്ന് പറഞ്ഞാൽ ആനന്ദം. സാലസഖ്ഫു പിന്നെ വെള്ളം മേൽക്കൂരയിലൂടെ ഒഴുകി. എവിടേക്ക്? ഇലൽ ഇൻഹിദാരി താഴേക്ക്. മേൽക്കൂരയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകി. മലഅൽ ബുസ്താനു തോട്ടങ്ങൾ നിറഞ്ഞു. റബത്തിൽ അർളു ഭൂമി വികസിച്ചു. മറഹൻ സാല ഫിനാ ഉദ്ദാരി ആനന്ദത്തോടെ വെള്ളം മുറ്റത്തിലൂടെ ഒഴുകി. മറഹൻ എന്ന് പറഞ്ഞാൽ ആനന്ദം, സാല ഒഴുകി, ഫിനാ മുറ്റം, ദാറ് പറഞ്ഞാൽ വീട്. അപ്പോൾ സാല ഫിനാ ഉദ്ദാരി വീടിൻ്റെ മുറ്റത്തിലൂടെ വെള്ളം ഒഴുകി. മലഅൽ ബിറു കിണറുകൾ നിറഞ്ഞു. മലഅൽ ഹഖ്ലു വയലുകൾ നിറഞ്ഞു. കിണറുകളും വയലുകളും നിറഞ്ഞു. മലഅൽ ഖൽബു മനസ്സ് നിറഞ്ഞു. ബിസ്തിബിഷാരി സന്തോഷം കൊണ്ട്. മലഅൽ ബിറു കിണർ നിറഞ്ഞു. മലഅൽ ഹഖ്ലു പിന്നെ വയലുകൾ നിറഞ്ഞു. മലഅൽ ഖൽബു മനസ്സ് നിറഞ്ഞു. ബിസ്തിബിഷാരി സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. സാലൽ ജബലു മലയിലൂടെ വെള്ളമൊഴുകി. മലഅൽ വാദി വെള്ളം കൊണ്ട് താഴ്വര നിറഞ്ഞു. സാലൽ ജബലു മലയിലൂടെ വെള്ളമൊഴുകി. മലഅൽ വാദി വെള്ളം കൊണ്ട് താഴ്വര നിറഞ്ഞു. ഫാലൻ നെഹ്റു
പുഴ ഒഴുകി ഇലൽ അബഹാരി കടലുകളിലേക്ക്. ഫാദൻ നഹ്റു ഇലൽ അബഹാരി പുഴ കടലുകളിലേക്ക് ഒഴുകി. റഫഉ ദിക്റ വൽ അദ്ഇയ്യ. റഫഉ ദിക്റ വൽ അദ്ഇയ്യ പ്രാർത്ഥനകളെയും ദിക്റുകളെയും അവർ അള്ളാഹുവിലേക്ക് ഉയർത്തി. റഫഉ അവ ഉയർത്തി, അദ്ദിക്റ ദിക്റിനെ ഉയർത്തി, വൽ അദ്ഇയ്യ പ്രാർത്ഥനകളെയും അള്ളാഹുവിലേക്ക് ഉയർത്തി. ഹംദൻ ശുക്രൻ ലിൽ ഗഫാരി എല്ലാം പൊറുക്കുന്ന അള്ളാഹുവിന് നന്ദിയായിട്ടും സ്തുതിച്ചുകൊണ്ടും. ഹംദൻ സ്തുതിച്ചുകൊണ്ടും ശുക്രൻ നന്ദി ചെയ്തുകൊണ്ടും, ലിൽ ഗഫാരി ആർക്ക് എല്ലാം പൊറുക്കുന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും ശുക്ർ ചെയ്തുകൊണ്ടും. ഇതോടെ നമ്മുടെ പാഠത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഇനി നമ്മൾ തദ്രീബാത്തിലേക്ക് കടക്കുകയാണ്. തദ്രീബാത്ത്. നഖ്റ വനഫ്ഹം. ഹബ്ബ അടിച്ചു വീശി, മുസ്നുൻ മേഘം, സാറ സഞ്ചരിച്ചു, ഖബ്ല് മുമ്പ്, മത്തറുൻ മഴ. ഇങ്ങനെ ഓരോ അറബി വാക്കിൻ്റെയും അർത്ഥങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അർത്ഥങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് തദ്രീബാത്തിൽ കൊടുത്ത ഈ അർത്ഥങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കെന്ത് ആ പാഠം വളരെ സിമ്പിളായിട്ട് അർത്ഥം വെക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് എല്ലാവരും പെട്ടെന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ പാഠം അർത്ഥം വെക്കാം. ഇനി രണ്ടാമത്തെ നക്തഷിഫുൽ മുമാസില. ഒന്ന് സാല ഒഴുകി. സാല എന്നുള്ള ഫിഅലിൻ്റെ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് എഴുതണം. രണ്ടെണ്ണം. മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു. അടുത്തത് തോറ പരന്നു. ഇങ്ങനെ ഈ രീതിയിൽ. ഇനിയും അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ തദ്രീബാത്തിൽ കൊടുത്ത അർത്ഥങ്ങൾ കൊടുത്ത ആ ഭാഗത്ത് നോക്കിയാൽ ഒരുപാട് അവിടെ എഴുതാൻ കഴിയും. ഇനി അടുത്തത് ഫിനാ ഉൻ. അവിടെ ഇസ്മാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്യണം, വേറെയും കുറച്ച് ഇസ്മുകൾ നമ്മൾ അതിന് തിരഞ്ഞെടുത്തെടുത്ത് കുറച്ച് പേരുകൾ എന്ത് ചെയ്യുക അവിടെ തിരഞ്ഞെടുത്ത് എഴുതുക. വാദ് എന്ന് പറഞ്ഞാൽ ചെരുവ് എന്നാണ്. അതുപോലെ കൽബ് ഹൃദയം, ബിർ പിന്നെ കിണർ, അങ്ങനെ എഴുതുക. ഇനി അടുത്ത ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാനുള്ളത് ജം എഴുതാനാണ്. ബഹർ എന്നതിൻ്റെ ജം എന്താണ്, ബിഹാർ. ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രം, ബിഹാർ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ. അതേപോലെ നമ്മുടെ തദ്രീബാത്തിൽ നോക്കിയാൽ നമ്മുടെ പിന്നെ വാക്കർത്ഥങ്ങൾ കൊടുത്തെടുത്ത് നോക്കിയാൽ നമുക്കതേപോലുള്ള ഒരുപാട് കിട്ടും. ദുആ എന്നുണ്ട് നമ്മുടെ തദ്രീബാത്തിൽ. പിന്നെ നഖ്റ വ നഫ്ഹം എന്നുള്ളിടത്ത് കൊടുത്തിട്ട് ദുആ, അതിൻ്റെ ജംഉം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്ഇയ്യത്ത്. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അതിൻ്റെ ജം ആകുമ്പോൾ അദ്ഇയ്യത്ത് പ്രാർത്ഥനകൾ. അടുത്തത് ഷജർ. ഷജർ എന്ന് പറഞ്ഞാൽ മരം, അതിൻ്റെ ജം ആകുമ്പോൾ അഷ്ജാർ. അഷ്ജാർ മരങ്ങൾ എന്നായി. ഇനി മൂന്നാമത്തെ നഹ്ഫദു ശിഅറ വ നുൻഷിദു ഫി സ്വഫി. പാട്ട് കാണാതെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഇനി നാലാമത്തെ നുൻഷി ഉൻ നഷീദ, ബൈത്ത് തയ്യാറാക്കാനാണ്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ജാ അൽ മത്തറു മറഹൻ മറഹൻ. അതുപോലെ നമ്മളെ പാഠത്തിലുള്ള വാക്കുകൾ കൊടുത്ത് എഴുതിയാൽ മതി. ഹബ്ബർരീഹു മറഹൻ മറഹൻ, നസലൽ മത്തറു മറഹൻ മറഹൻ, ഫാദൻ നഹ്റു മറഹൻ മറഹൻ. അതല്ലെങ്കിൽ നമ്മളെ പാഠത്തിൽ ഇനി ഒരുപാട് വാക്കുകളുണ്ട്. സാല സഖഫു മറഹൻ മറഹൻ എഴുതാം. പിന്നെ അതുപോലെ തന്നെ ത്വാറത്ത് തയ്യറു മറഹൻ മറഹൻ എന്നൊക്കെ എഴുതി കൊടുക്കുക അവിടെ. അപ്പോൾ ആ രൂപത്തിൽ എല്ലാം